Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, മൂവാറ്റുപുഴ. അപ്പോൾ ഉടനെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 2-ൻ്റെ നമ്മുടെ BCom 4th സെമസ്റ്ററിൻ്റെ എക്സാംസ് വരികയാണ്. അപ്പോൾ ഇത് മൊഡ്യൂൾ വൈസ് വീഡിയോസ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം എക്സാമിന് വരുന്ന പോർഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം വീഡിയോയ്ക്കകത്ത് വരുന്ന അത്രയെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ആയി തന്നെ നോക്കാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോറിലേഷൻ ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഈ കോറിലേഷൻ? The term correlation refers to the relationship between any two or more variables. We can find some relationship between two variables. For example, if the price of a commodity falls, the demand for it rises, and if price rises, demand falls. നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് തോന്നാറുണ്ട് അല്ലേ? ഇപ്പം വില കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ വില കുറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് കൂടും, അങ്ങനെയൊക്കെ. നമ്മൾ നല്ല രുചിയുള്ള ടേസ്റ്റ് കൂടുമ്പോൾ ഫുഡ് ഒരുപാട് കഴിക്കും, അല്ലെങ്കിൽ ഇഷ്ടം കൂടുമ്പോൾ ഒരുപാട് കഴിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മളൊന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ ഏറ്റവും നല്ലത് ആ സിംപ്സൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്, ചെറുതാണ്. കോറിലേഷൻ അനാലിസിസ് ഡീൽസ് വിത്ത് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള എത്രത്തോളം ബന്ധം, ആ ഒരു അസോസിയേഷൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ എന്താണ് ഈ കോറിലേഷൻ ടെക്നിക്കിൻ്റെ യൂട്ടിലിറ്റി, ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിച്ചാൽ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ അനാലിസിസ് വി ക്യാൻ മെഷർ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. ഓരോ വേരിയബിൾസും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്, അതിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റ് എത്രത്തോളം ആണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ദ കൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ ടെക്നിക്സ്. റിഗ്രഷൻ അനാലിസിസ് ഉണ്ടാക്കിയേക്കുന്നതും ഈ കോറിലേഷൻ ടെക്നിക്സ് വെച്ചുകൊണ്ട് തന്നെയാണ്. ഇറ്റ് ഈസ് എ പവർഫുൾ ടെക്നിക് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്കണോമിസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഇത് വളരെ പവർഫുള്ളാണ്. In business, traders make estimation of cost, sales, profit, prices, etc. with the help of correlation. ശരിക്കും ഈ കോറിലേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പല എസ്റ്റിമേഷൻസും ഉണ്ടാക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ അനാലിസിസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ക്യാൻ ബി വെരിഫൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർ സിഗ്നിഫിക്കൻസ്. എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്, അത് എത്രത്തോളമാണ്, നമുക്കതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ കോറിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രസൻറ്റിംഗ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി ടു വേരിയബിൾസ് ത്രൂ സിംഗിൾ വാല്യൂ കോഎഫിഷ്യൻ്റ് ഓർ കോറിലേഷൻ. ഒരൊറ്റ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ആ ആൻസർ വെച്ചുകൊണ്ട് നമുക്ക് പല ഇൻ്റർപ്രിട്ടേഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സാമ്പിളിംഗ് എറർ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ്. സാമ്പിളിംഗ് എററും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇൻ ഫിസിക്കൽ സയൻസ് ആൻഡ് ഫിലോസഫി ഓൾസോ മെത്തേഡ് ഓഫ് കോറിലേഷൻ ആർ എക്സ്റ്റെൻസീവ് യൂസ്ഡ് ഇൻ മെഷറിംഗ് ദ പ്രോഗ്രസ് ഇൻ ദി റെസ്പെക്റ്റീവ് ലൈൻസ്. അപ്പോൾ ഈ പറയുന്ന സയൻസിലും ഫിലോസഫിയിലും ഒക്കെ ഈ കോറിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ടെക്നിക് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ടു മേക്ക് അനാലിസിസ്, ഡ്രോയിങ് കൺക്ലൂഷൻ എക്സെട്ര. അപ്പോൾ കൺക്ലൂഷൻ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഈ ടെക്നിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ് ഈ കോറിലേഷൻ ആൻഡ് കോസേഷൻ? 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. കോറിലേഷൻ ഈസ് എ ന്യൂമറിക്കൽ മെഷർ ഓഫ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് 2 ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പാണ് കോറിലേഷനെ കാണിക്കുന്നത്. ബട്ട് ദ പ്രസൻസ് ഓഫ് കോറിലേഷൻ ഷുഡ് നോട്ട് ബി ടേക്കൺ ആസ് ദി ബിലീഫ് ദാറ്റ് ടു കോറിലേറ്റഡ് വേരിയബിൾ നെസസറിലി ഹാവ് കോസൽ റിലേഷൻഷിപ്പ്. ശരിക്കും കോസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൻ്റെ കാരണമാകണം. കോസ് ആൻഡ് ഇഫക്റ്റ് എന്നൊക്കെ പറയില്ലേ? അപ്പം പരസ്പര ബന്ധമുണ്ടാവാം, പക്ഷേ ഒന്ന് മറ്റൊന്നിൻ്റെ കാരണമാവണമെന്നില്ല. അപ്പം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പും, കോസേഷൻ എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നിൻ്റെ കാരണമായി വരുന്നൊരു സാഹചര്യവുമാണ്. ഇനി എന്താണ് ഈ മ്യൂച്വൽ ഡിപ്പെൻഡൻസ്? ഓക്കെ, പ്രസൻസ് ഓഫ് ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് മേ ഫോളോയിങ് റീസൺസ് ഒക്കെ ആവാം. ഇപ്പോൾ രണ്ടെണ്ണം തമ്മിൽ ബന്ധം ഉണ്ടാവാം. ആ ബന്ധത്തിൻ്റെ കാരണങ്ങൾ ഒന്ന് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ആണ്. ദ സ്റ്റഡി ഓഫ് എക്കണോമിക് തിയറി ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൺലി വൺ വേരിയബിൾ മേ അഫക്റ്റ് ദി അതർ വേരിയബിൾ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ടു വേരിയബിൾസ് മേ അഫക്റ്റ് ഈച്ച് അതർ മ്യൂച്വലി. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് to know which one is the cause and which one is the effect. For example, price of a commodity is affected by force of demand and supply. According to the law of demand, with the rise in price, demand കുറയുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൈസ് അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പം ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ, രണ്ടാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. Sometimes there may be cause and effect relationship between variables. For example, heat and temperature may be correlated because heat affect temperature. അല്ലേ? ഹീറ്റ് നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റമാണ്. അപ്പം അത് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ കാരണമായി വരാം, അതും കോറിലേഷനിലേക്ക് നയിക്കാം. ദെൻ ഡ്യൂ ടു പ്യുവർ ചാൻസ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം.
ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഇൻകം കൂടുന്നുണ്ട് എന്ന് കരുതി ലോകത്തുള്ള എല്ലാ ഹൈറ്റുള്ള മനുഷ്യനും ഇൻകം ഉണ്ടാവണം എന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ സൊസൈറ്റി നോക്കുമ്പം അതങ്ങനെയാണല്ലോ എന്ന് തോന്നിയാലും അത് ചിലപ്പം ആ ഒരു ധാരണ തെറ്റായിരിക്കാം. ഒരു ചുമ്മാ ചാൻസ് സംഭവിച്ചേക്കുന്ന ഒരു പ്യുവർ ചാൻസിൽ വന്നേക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പും നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ കോറിലേഷൻ ഡ്യൂ ടു എനി തേർഡ് കോമൺ ഫാക്ടർ. ഇപ്പോൾ ഉദാഹരണം തന്നെ ബോത്ത് വേരിയബിൾസ് ആർ അഫക്റ്റഡ് ബൈ തേർഡ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, ഗുഡ് ആൻഡ് ടൈംലി റെയിൻഫാൾ മേ ഇൻക്രീസസ് yield ഓഫ് ബോത്ത് റൈസ് ആൻഡ് ടീ. ഇപ്പം റൈസിൻ്റെയും ടീയുടെയും വളർച്ചയ്ക്ക് കൃത്യമായ മഴയും മറ്റു കാലാവസ്ഥയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി റൈസ് കൂടുമ്പം ടീ കൂടുന്നു അല്ലെങ്കിൽ ടീ കുറയുമ്പോൾ റൈസ് കുറയുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ എന്തുണ്ട്, കൃത്യമായ കാലാവസ്ഥ കൊണ്ടും കൂടിയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പം മറ്റൊരു കോമൺ ഫാക്ടർ കൊണ്ടും നമുക്ക് ഇവിടെ എന്തുണ്ടാവാം, ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ഇനി കോറിലേഷൻ പല ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ, പെർഫെക്റ്റ്, ഇംപെർഫെക്റ്റ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ആദ്യം നമുക്ക് എന്താണ് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നോക്കാം. പോസിറ്റീവ് കോറിലേഷൻ ഈസ് വൺ വെയർ വാല്യൂ ഓഫ് ബോത്ത് ദ വേരിയബിൾസ് അണ്ടർ സ്റ്റഡി മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ദാറ്റ് മീൻസ് വെൻ ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ, ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അതായത് ഒരു വേരിയബിൾ കൂടിയാൽ മറ്റേ വേരിയബിൾ കൂടുകയും ഒരു വേരിയബിൾ കുറഞ്ഞാൽ മറ്റേ വേരിയബിളും കുറയുകയും ചെയ്താൽ അതിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. ഇനി എന്താണ് നെഗറ്റീവ് കോറിലേഷൻ? നേരെ ഓപ്പോസിറ്റ്. നെഗറ്റീവ് കോറിലേഷൻ ഈസ് വൺ വെയർ വാല്യൂ ഓഫ് ബോത്ത് ദ വേരിയബിൾ അണ്ടർ സ്റ്റഡി മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് ഫോളോവ്ഡ് ബൈ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. ഓക്കെ, അപ്പം ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. അതൊരു ഗ്രാഫിക്കലി കാണിക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുമ്പോൾ പോസിറ്റീവ് കോറിലേഷനാണ്. എന്നാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറഞ്ഞാൽ നെഗറ്റീവ് കോറിലേഷനാണ്. അടുത്തതാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ വെൻ വി സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഓൺലി ദെൻ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ കോറിലേഷൻ. രണ്ട് കാര്യങ്ങളുടെ ബന്ധം മാത്രമേ നോക്കുന്നുള്ളെങ്കിൽ സിമ്പിൾ. ദെൻ പാർഷ്യൽ കോറിലേഷൻ വെൻ 3 or more വേരിയബിൾസ് ആർ ടേക്കൻ ബട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി 2 of the വേരിയബിൾ ഈസ് സ്റ്റഡിഡ് അസ്യൂമിങ് അതർ വേരിയബിൾ ആർ കോൺസ്റ്റൻറ്റ്. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നമ്മൾ എടുക്കും, എന്നിട്ട് പറയും ഏതെങ്കിലും രണ്ട് വേരിയബിൾ മാത്രം നമ്മൾ റിലേഷൻഷിപ്പ് നോക്കും, ബാക്കിയുള്ള വേരിയബിൾസൊക്കെ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ മാറ്റം വരുന്നില്ല എന്ന് അസ്യൂം ചെയ്യും. ദെൻ മൾട്ടിപ്പിൾ കോറിലേഷൻ വെൻ വി സ്റ്റഡി റിലേഷൻഷിപ്പ് എമംഗ് 3 or more വേരിയബിൾ അറ്റ് എ ടൈം. രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ കോറിലേഷൻ, if the ratio of change between two variable is uniform, the correlation is said to be linear. അതായത് ഇപ്പം പ്രൈസ് 10 രൂപ കൂടി, ഡിമാൻഡ് 10 യൂണിറ്റ് കുറഞ്ഞു. അപ്പോൾ ഒന്ന് കൂടുന്നതിൻ്റെ അതേ അളവിൽ തന്നെ മറ്റൊന്ന് കൂടുകയോ ഒന്ന് കുറയുന്നതിൻ്റെ അതേ അളവിൽ തന്നെ മറ്റേത് കുറയുകയോ ചെയ്താൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ലീനിയർ കോറിലേഷൻ എന്ന് വിളിക്കാം. ദെൻ നോൺ ലീനിയർ എന്ന് വെച്ചാൽ ഇഫ് arithmetic of change between two variable is not constant but changing correlation is said to be non-linear or curvilinear. Example, ഉദാഹരണത്തിന് ഒരു ഐറ്റം 10% കൂടിയാൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റേ ഐറ്റം ചിലപ്പോൾ ഒരു 5% ആയിരിക്കും കൂടുന്നത്. മറ്റേത് 10 കൂടിയാൽ 10 തന്നെ കൂടുമായിരുന്നു എവിടെ? ലീനിയറിൽ. ഇവിടെ 10 കൂടിയാൽ മറ്റേത് 5 ആയിരിക്കും കൂടുന്നത്. 10 കുറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ 6 7 ഒക്കെ ആയിരിക്കും കുറയുന്നത്. അത്രയേ ഉള്ളൂ. ദെൻ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ. Correlation is said to be perfect when a change in one variable is always followed by a corresponding proportionate change in other. ഒന്ന് മാറുമ്പം അതിന് തുല്യമായി മറ്റൊന്നിലും മാറ്റം വരുന്നുവെങ്കിൽ നമുക്കതിനെ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് വിളിക്കാം. ഇംപെർഫെക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ when the change in one variable is always followed by a corresponding change in other variable but not in the same direction. ഒന്ന് കൂടുന്നു, 10 യൂണിറ്റ് കൂടിയാൽ മറ്റേത് 10 യൂണിറ്റ് അതേ അളവിൽ തന്നെ കുറയും. അപ്പം മാറ്റം ഒരുപോലെ തന്നെ വരുന്നു, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന കോറിലേഷൻ പഠിക്കാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഗ്രാഫിക്സ് മെത്തേഡ് ആദ്യത്തെ നോക്കാം. സ്കാറ്റർ ഡയഗ്രാമും ഉണ്ട്, കോറിലേഷൻ ഗ്രാഫും ഉണ്ട്. പിന്നെ ഓൾജിബ്രിക് മെത്തേഡ്സ് ആയ കാൾ-പിയേഴ്സൺ മെത്തേഡ് ഉണ്ട്, സ്പിയർമാൻ റാങ്ക് ഉണ്ട്, കൺകറൻറ്റ് ഡീവിയേഷൻ ഉണ്ട്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്. അതിൽ ലീസ്റ്റ് സ്ക്വയർ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഈ 3 നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആ ഒരു സ്കാറ്റർ ഡയഗ്രാം തന്നെ നോക്കാം. Scatter diagram is a graphic method of finding out correlation between two variables. This is the simplest method of finding out the relationship between two variables. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. നമുക്ക് ഇതിൻ്റെ ആ ഒരു വാല്യൂസ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ നമ്മുടെ വാല്യൂ +1 ആയിരിക്കും. ദെൻ പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ വാല്യൂ -1 ആയിരിക്കും. നമുക്ക് ആ സ്കാറ്റർ ഡയഗ്രാമിൻ്റെ
ആ ഒരു ഫോർമാറ്റും കൂടെ ഒന്ന് നോക്കാം. പെർഫെക്റ്റീവ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ നമ്മുടെ ലൈൻ ഇങ്ങനെ അങ്ങോട്ട് പോകും, നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക് പോകും. പോസിറ്റീവ് ആണ് പക്ഷേ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കാറ്റർ പോയിൻറ്റ്സുകളെല്ലാം ലൈനിനോട് ചേർന്ന് തന്നെ മുകളിലേക്ക് പോകും. നെഗറ്റീവ് ആകുമ്പോഴും ലൈനിനോട് ചേർന്ന് തന്നെ താഴേക്ക് വരും. നോ കോറിലേഷൻ ആണെങ്കിൽ നമ്മുടെ ആ സ്കാറ്റർ പോയിൻറ്റ്സുകളെല്ലാം പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കും. ദെൻ മെറിറ്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കാൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫ്രം ദി ഫോളോയിങ് ഡേറ്റ സ്റ്റഡി കോറിലേഷൻ ത്രൂ സ്കാറ്റർ ഡയഗ്രാം. നമുക്ക് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയാലോ. 0, 10, 20, 30, 40, 50, 60, 70 കൊടുത്തു. മുകളിലേക്ക് നമ്മൾ സെയിൽസ് കാണിക്കുന്നതുകൊണ്ട് അത് 1000 അങ്ങ് തുടങ്ങി. 1000 മുതൽ 7000 വരെയാണല്ലോ ഉള്ളൂ കൊടുത്തു. ദെൻ നമ്മുടെ സെയിൽസ് അഡ്വർടൈസ്മെൻറ്റ് 10 ആവുമ്പോൾ സെയിൽസ് 1000 ആണ്. അപ്പോൾ 10 നേരെ 1000 നേരെ നമ്മൾ പോയിൻ്റ് ഇട്ടു. ദെൻ 20 നേരെ 2000 അല്ലേ. അപ്പോൾ 20 2000 നേരെ പോയിൻ്റ് ഇട്ടു. 30 നേരെ 3000, 40 നേരെ 4000, 50 5000, 60 6000, 70 7000. ദെൻ ലൈൻ അങ്ങ് പ്ലോട്ട് ചെയ്തു. എല്ലാം നമുക്ക് ലൈനിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് പറയാം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ് അല്ലേ. മറ്റൊരു ഗ്രാഫും കൂടെ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡേറ്റ സ്റ്റഡി ദ കോറിലേഷൻ ത്രൂ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്. അപ്പോൾ അവിടെയും നമുക്ക് സേവിങ്സും ഇൻകം ആണ് തന്നേക്കുന്നത്. നമ്മൾ ഇൻകം താഴെ പ്ലോട്ട് ചെയ്തു 10 മുതൽ 80 വരെ, സേവിങ്സ് മുകളിലേക്കും പ്ലോട്ട് ചെയ്തു. ദെൻ സേവിങ്സ് 2 ആണെങ്കിൽ ഇൻകം 10 ആണ് അല്ലേ. അപ്പോൾ സേവിങ്സ് 2, 10, 10 നേരെ 2. ദെൻ 20 നേരെ നമുക്ക് 4, 30 നേരെ നമ്മൾ 8, 40 നേരെ നമ്മുടെ 14, 50 നേരെ 18, 60 നേരെ 14. അങ്ങനെ ഓരോന്നും പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ, നമ്മൾ നേരെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഏരിയ പലയിടത്തായി കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദ എബോവ് സ്കാറ്റർ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഈസ് എ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. കാരണം ഏകദേശം ഈ ലൈനിൽ തന്നെ അങ്ങ് പോകുന്നുണ്ടല്ലോ, ഒരേ സിംഗിൾ ലൈനിൽ തന്നെ അല്ലെങ്കിലും പലയിടത്തായി സ്പ്ലിറ്റായി കിടക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആണെന്ന് തന്നെ അവകാശപ്പെടാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി വീഡിയോസും ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക്